അസ്സാം വലൈക്കും കൂട്ടുകാരെ. കടപ്പുറം കാഴ്ചകൾ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ എത്തിച്ചേർന്നത് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ പാപ്പാൻ്റെ സവിധത്തിലേക്കാണ്. വാഹനം പാർക്ക് ചെയ്ത ഉടനെ വഴിയിലൂടെ പോകുന്ന ഒരു മോനെ വിളിച്ചു, ഒന്ന് ഫോട്ടോ എടുത്തു തരാമോ എന്ന് ചോദിച്ചു. മോൻ നല്ല തിരക്കിലായിരുന്നു. അവൻ സന്തോഷത്തോടെ ഞങ്ങൾക്കൊരു മനോഹര ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു തന്നു. ആ ചെറിയ നിമിഷം തന്നെയാണ് യാത്രയ്ക്ക് ഒരു പ്രത്യേക സന്തോഷം നൽകി. ശേഷം റീഫ്രഷ് ചെയ്യാൻ ഞങ്ങൾ താഴേക്കിറങ്ങി. അവിടെ സ്ഥാപനത്തിലെ കുട്ടികൾ കുളിക്കുന്ന സ്ഥലങ്ങൾ കണ്ടപ്പോൾ പണ്ടത്തെ പഠനകാല ഓർമ്മകളെല്ലാം മനസ്സിലേക്ക് തിരിച്ചു വന്നു. നീളമുള്ള അലക്ക് സൗകര്യങ്ങളും ശുചിത്വം നിറഞ്ഞ കുളിസ്ഥലവും കണ്ടപ്പോൾ യാത്രയിൽ ഒരിക്കൽ കുളിച്ച് ഫ്രഷ് ആകണം എന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായി. അങ്ങനെ ഞങ്ങളും ഒന്നിച്ച് കുളിച്ച് പുതുമയോടെ മനസ്സും ശരീരവും ശുദ്ധമാക്കി പള്ളിയിലേക്ക് കയറി. 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു. ആ നിമിഷത്തിലെ സമാധാനം വാക്കുകളിൽ പറഞ്ഞറിയിക്കാനാകാത്തതായിരുന്നു. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് മക്കാമിലേക്ക് കയറി. അവിടെ നിന്നപ്പോൾ ഹൃദയം നിറഞ്ഞൊരു ആത്മീയ അനുഭവം ലഭിച്ചു. പ്രാർത്ഥനകളും സലാമുകളും അർപ്പിച്ച ആ വിശുദ്ധ സ്ഥലത്ത് ചില നിമിഷങ്ങൾ ചെലവഴിച്ചു. യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം അപ്പോൾ നിറവേറ്റപ്പെട്ടതുപോലെ തോന്നി. ولنا أشياخنا أهلنا أحبابنا بحق تاج العلماء أحينا إن كان خير في الحياة ربنا تمما بخيرنا بحق تاج العلماء لقن الحجة أدخلا جناتك بحق تاج العلماء حين نمشي بالصراط ثبتا أقدامنا حق تاج العلماء هب لنا شفاعة الشفيع يا رحماننا جمعا في الجنة بحق تاج العلماء نحمدك صليا وسلما على النبي آله وكل صحبه وتاج العلماء لا إله إلا الله لا إله إلا الله لا إله إلا الله